നീ എന്ത് വിചാരിച്ചു ഞാനിന്ന് വരില്ലെന്നോ? അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? എന്റെ ജോലി തീരോടി. എന്ത് ചോദ്യം ഇത്? ഹായ് ചേച്ചി. ഹായ് പുണ്ണി. ചേച്ചിക്കുട്ടി ലഞ്ച് ബോക്സ് ഇപ്പൊ എടുത്തരാം. പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? എക്സാം എടുക്കാറായല്ലോ. പാസ്സാവും ചേച്ചി. അത് പിന്നെ ഇപ്പൊ ഏത് മണ്ടനും പാസ്സാവുമല്ലോ. ഓൾ പ്രൊമോഷൻ അല്ലേ. ചേച്ചി വേണ്ട വേണ്ട, ഈ തലക്കകത്ത് ഇത്തിരി ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പൊ പാസ്സാവും ഉറപ്പാ. നീ സ്കൂളിൽ പോകുന്നില്ലേ പുണ്ണി? ഉണ്ടല്ലോ. നീ പിന്നെ എന്തിനാ വല്ലോളുമാരുടെ മടി കയറിയിരിക്കുന്നേ? ചുമ്മാ. ഞാൻ എവിടെ അമ്മമ്മക്ക് എന്താ? ആഹാ, അങ്ങനെ ഇപ്പൊ ഇരിക്കണ്ട. മൂദേവി. അപ്പുണ്ണിക്ക് അത് ആരാണെന്നറിയോ? ഇല്ല, ആരാ? ലക്ഷ്മി ദേവിയുടെ ചേച്ചി മൂദേവി എന്ന് വെച്ച ഐശ്വര്യ ഇല്ലാത്തവൾ. ഐശ്വര്യ ദേവതയല്ലേ ലക്ഷ്മി ദേവി? എനിക്കറിഞ്ഞൂടായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ മൂദേവി ആരാണെന്ന്? മനസ്സിലായി. മൂശാട്ടം. മൂശാട്ട ആരാണെന്ന് അറിയണ്ടേ? ആരാ? ചീത്ത ലക്ഷണം. എന്തിനും ഏതിനും നല്ല ലക്ഷണമുണ്ട്, ചീത്ത ലക്ഷണമുണ്ട്. അതില് ചീത്ത ലക്ഷണത്തെ നമ്മൾ എന്ത് വിളിക്കും? മൂശേട്ട. കറക്റ്റ്, അത് തന്നെ. ചേച്ചിക്ക് ഒരുപാട് വാക്കിന്റെ മീനിങ് അറിയാലേ? ഇനിയുണ്ട് ഒരുപാട്. കേക്കണോ? ആ പറ. അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട. എനിക്ക് മനസ്സിലായി. മനസ്സിലായി. പോടകള്ള. അപ്പോട്ടെ എനിക്ക് ഇനിയൊന്നും എടുക്കാനില്ലല്ലോ? ഇല്ല. എന്നാ വിട്ടോടാ തോമസ് കുട്ടി. പോവാണേ. വന്നോ? പേടിക്കണ്ട ടീച്ചറെ, ഇന്നും വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും. അമ്മേ, ചോറെടുത്ത് വെച്ചോടി. ബാഗിൽ വെച്ചിട്ടുണ്ട്. ദാ ഊണ് മേശയില്. ബാഗ് എടുത്ത് കൈ തരാൻ നിന്നോട് പ്രത്യേകം പറയണോ? അമ്മേ, ഞാൻ പോട്ടെ. ഞാനും കരുനാഗപ്പള്ളിയിലോട്ട് പോയാലോ? അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? ഞാനിനി ഇവിടെ നിന്നാ ശരിയാവോ? എന്താ ശരിയേട്? ഞാനില്ലാത്തപ്പോ അമ്മയല്ലേ ഇവിടെ നോക്കേണ്ടത്? 2 പെമ്പിള്ളേര് മാത്രമേ ഉള്ളൂ വീട്ടില്. അവരെന്തൊക്കെ കാട്ടിക്കൂടുന്ന ആർക്കറിയാം. എന്റെ അഭിപ്രായം പോവണ്ടെന്നാ. അമ്മച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ധൈര്യോ. അവളിവിടെ ഉള്ളതാ എന്റെ ഒരു ശരണക്കേട്. നാക്കിനെല്ലില്ലാത്ത ഒരു സാധനം. അവളെ പിടിച്ച സ്ഥലം വിടാനോ നാണല്ലേ അമ്മയ്ക്ക്? അവളെന്താ പിടിച്ചു വിഴുങ്ങോ? എന്താ ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ? കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്ന പദങ്ങളുടെ അർത്ഥമൊക്കെ നീ നല്ലപോലെ പഠിച്ചോടി? ആ, പഠിച്ചു. ഇന്ന് ഞാൻ പുതിയ കുറെ വാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉപദ്രവിക്കാൻ വരില്ലടി. നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു.
എന്താ ഇവിടെ ഒരു മോണോ ആക്ടും കഥകളിയും? എഴുതാനൊന്നും കിട്ടുന്നില്ലെന്ന് പറയായിരുന്നു. എഴുതണമെങ്കിൽ വല്ലതും പഠിച്ചോണ്ട് വരണം, എന്നാലേ കിട്ടൂ. പഠിച്ചോണ്ടൊക്കെ വന്നതാ, ഇപ്പൊ ഒന്നും തലയിലോട്ട് വരുന്നില്ല. ചുമ്മാ വെപ്രാളപ്പെടാതെ ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്ക്. ക്വസ്റ്റ്യനൊക്കെ അറിയാം, ആൻസർ അറിയാത്ത. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക്, പറഞ്ഞു തരാം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിച്ചോണ്ടിരുന്ന ആ കുട്ടിക്കും കൂടി എഴുതാൻ പറ്റില്ല. അവൾ എഴുതും ടീച്ചറെ. അതിന്റെ തലയ്ക്കകത്തൊരു ഹാർഡ് ഡിസ്ക് വെച്ചിട്ടുണ്ട്. സകല ക്വസ്റ്റ്യൻ ആൻസറും അതിൻ്റെ അകത്ത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. നിന്റെ ഹാർഡ് ഡിസ്ക് എവിടെ പോയി? എനിക്കില്ല ആ സാധനം, അതല്ലേ പ്രശ്നം. ഓപ്ഷണൽ ക്വസ്റ്റ്യനാ. ഒരു ക്ലൂ തരുമോ ടീച്ചറെ? എന്താ ക്വസ്റ്റ്യൻ? ഇതിന്റെ ആൻസർ എ അല്ല, ബി ഒട്ടും അല്ല, സി ടിക്ക് ചെയ്തേക്കട്ടെ. തനിക്ക് ടിക്ക് ചെയ്യാൻ തോന്നിയത് എന്താണോ അത് ടിക്ക് ചെയ്തേക്ക്. എഴുതി കഴിയാറായി. ഇപ്പൊ വന്നേക്കാം, നീ ഇറങ്ങിക്കോ. ഞാൻ